ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് നമ്മൾ പറയുന്നത് 8ാമത്തെ അധ്യായമാണ്. ഈ 8ാമത്തെ അധ്യായത്തിൽ എന്താ വെച്ചാൽ ശൗനകാദികളെ സൂത മഹാശയനോട് ചോദിക്കുകയാണ്. ഈ പുരാണാചാര്യന്മാരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ആ മാർക്കണ്ഡേയൻ്റെ കഥ കേൾക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ സൂതൻ മാർക്കണ്ഡേയൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മാർക്കണ്ഡേയൻ എന്ന് പറഞ്ഞാൽ മൃഗണ്ടുവിൻ്റെ തനയനാണ് മാർക്കണ്ഡേയൻ. മൃഗണ്ടുപുത്രനാണ്. മൃഗണ്ടു എന്ന് പറഞ്ഞ മഹർഷിക്ക് ഒരു പുത്രനുണ്ടായി. അതൊക്കെ ഗംഭീര കഥകളാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ പറയാമല്ലേ, അതാ നല്ലത്. മൃഗണ്ടു എന്ന് പറഞ്ഞൊരു മഹർഷിക്ക് കുട്ടികളുണ്ടാവണില്ല. അപ്പോൾ അദ്ദേഹം പോയിട്ട് തപസ് ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ചോദിച്ചു, നിനക്ക് ധാരാളം ആയുസ്സുള്ള കുട്ടി വേണോ അതോ നല്ല ബുദ്ധി വിവരമുള്ള ആയുസ് കുറഞ്ഞ കുട്ടി വേണോ ചോദിച്ചു. അപ്പോൾ ഈ മൃഗണ്ടു എന്തു പറഞ്ഞു, എനിക്ക് ബുദ്ധി ഉള്ള ആയുസ് കുറഞ്ഞ കുട്ടി മതി എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കണ്ഡേയന് 12 വയസ്സാണെന്നും 16 വയസ്സാണെന്നും രണ്ടും പറയണ്ടേ, ഏത് വയസ്സായാലും കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ അത്ര വയസ്സുള്ള കുട്ടിയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാവുകൊണ്ട് എല്ലാ കാര്യങ്ങളും വേഗം പഠിച്ചെടുത്തു. അങ്ങനെ കുട്ടി ഉണ്ടായി. കുട്ടി എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി. ഗുരു എന്ന് പറയുന്നത് മൃഗണ്ടു തന്നെയാണ്. മാർക്കണ്ഡേയൻ്റെ ഗുരു അച്ഛൻ തന്നെയാണ്. അച്ഛനിൽ നിന്നും എല്ലാ കാര്യവും ഈ കുട്ടി വേദങ്ങളൊക്കെ നന്നായിട്ട് ചൊല്ലും. ബാക്കി ദേവന്മാരെ ഉപാസിക്കേണ്ട കാര്യങ്ങളെല്ലാം കുട്ടി പഠിച്ചെടുത്തു വേഗം. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ. അപ്പോൾ ഈ കുട്ടി തൊട്ടടുത്ത് ഇവിടെ നാവാമുകുന്ദൻ്റെ അമ്പലത്തിലാണെന്നാണ് പറയണത്. നാവാമുകുന്ദൻ്റെ അമ്പലത്തിലാണ് അതിൻ്റെ അടുത്താണ് അവർ താമസിക്കണമെന്ന് പറയുന്നുണ്ട്. കേരളക്കാർക്ക് ഒരു കാര്യം ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുടെ 16ാമത്തെ വയസ്സ് സമയത്താണ്, അല്ലെങ്കിൽ 12, ഈ പിറന്നാളിൻ്റെ അന്ന് ഈ അമ്മ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ അമ്മ നിന്ന് കരയണുണ്ട്. അപ്പം ഈ കുട്ടി ചോദിച്ചു, എന്തിനാ അമ്മയെ കരയണേ? ചോറൊക്കെ വിളമ്പി തരുമ്പോൾ സന്തോഷമായിട്ടല്ലേ വേണ്ടേ? കരഞ്ഞുകൊണ്ടാണോ ആരെങ്കിലും ചോറ് വിളമ്പി തരിക? പിറന്നാളുമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഈ അമ്മ പറഞ്ഞു, മോനെ, ഇന്നത്തോടു കൂടി നിൻ്റെ ആയുസ് കഴിഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ കരയണേ, മരിക്കുകയും നീയെന്ന് പറഞ്ഞു. കുട്ടി എന്ത് ചെയ്തു, ഊണ് കഴിഞ്ഞ് കൈ കഴുകുമ്പോഴേക്കും കാലം വരണ കണ്ടു പോത്തിൻ്റെ പുറത്ത്. വേഗം ആ കുട്ടി ഓടി നാവാമുകുന്ദൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നേരെ പൊക്കോളൂ, തൃപ്രങ്ങോട്ട് മഹാദേവൻ്റെ അടുത്തേക്ക് ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ഓടിപ്പോയി മഹാദേവനെ കെട്ടിപ്പിടിച്ചിരിക്കുക. ആ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിനങ്ങോട്ട് വന്നു. കാലിനൊരു ദേഹദർശനവും ഇല്ലാത്ത മനുഷ്യനാണല്ലോ. കാലം വന്നിട്ട് എന്ത് ചെയ്തു, ഈ ശിവലിംഗത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കയറിട്ടു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു സാക്ഷാൽ കാലൻ. എന്നിട്ട് ഒന്നും ഉണ്ടായില്ല, കണ്ണൊന്നും വീഴ്ച നോക്കി, ഇത്രേ ഉണ്ടായുള്ളൂ. കാലൻ ഭസ്മമായി പോയി. കുട്ടിയെ മാത്രമല്ല, തന്നെ കൂടി കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. മഹാദേവനെ അടക്കാണ് കാലൻ കയറിട്ട് വലിച്ചത്. അതിനാൽ കാലൻ ഭസ്മമായി പോയി. ഈ കുട്ടിക്ക് എന്നും 16 വയസ്സ് ആയുസ്സാവട്ടെ എന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു കൊടുത്തു. അങ്ങനെ ഈ കുട്ടി കുറച്ചു കാലം കൂടി അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇരുന്നിട്ട് അങ്ങനെ തപസ് ചെയ്യാൻ പോയി. എവിടേക്ക്? ഹിമാലയ പർവ്വതത്തിലേക്കാണ് തപസ് ചെയ്യാൻ പോയത്. അവിടെ വടക്ക് ഭാഗത്ത് പുഷ്പഭദ്രാ നദി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട്. അവിടെ പോയിട്ടാണ് ആ കുട്ടി തപസ് ചെയ്യേണ്ടത്. അതിൻ്റെ തീരത്തിരുന്നിട്ട് തപസ് ചെയ്യാം. അവിടെ ഇരുന്നിട്ടാണ് ആ കുട്ടി തപസ് ചെയ്തത്. പുഷ്പഭദ്രാ നദിയുടെ തീരത്തുള്ള ഒരു തലപ്പേര് പറയുന്നുണ്ട് കേട്ടോ, ചിത്രശിലയിൽ ഇരുന്നിട്ടാണ് ഈ കുട്ടി തപസ് ചെയ്യണേ. അവിടെ ഒരു ചെറിയൊരു ആശ്രമമൊക്കെ കിട്ടി, അവിടെ ഗംഭീര തപസ്സാണ്. അങ്ങനെ കാലം അതിക്രമിച്ചു പോയി. അങ്ങനെ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ മന്വന്തരമായി. 7ാമത്തെ മന്വന്തരത്തിലാണ് ഇപ്പം നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കണേ. ആ 7ാമത്തെ മന്വന്തരായ സമയത്ത് ആ 7ാമത്തെ മന്വന്തരത്തിൻ്റെ ദേവേന്ദ്രനാണ്, പുരന്ദരൻ എന്ന് പറഞ്ഞിട്ടൊരാൾ. ആ ദേവേന്ദ്രന് തോന്നി അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്, ഒരാളവിടെ നിന്ന് തപസ് ചെയ്യണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള തപസ്സ എന്ന് അയാൾ ശ്രദ്ധിച്ചപ്പോൾ തോന്നി, ഇയാൾ തപസ് ചെയ്താൽ ശരിയാവില്ല, തൻ്റെ സിംഹാസനം തട്ടിയെടുക്കാനാണോ എന്ന് വിചാരിച്ച് ദേവേന്ദ്രൻ്റെ ഒരു
പാർട്ടി ഉണ്ടല്ലോ, തപസ് അളക്കാനുള്ള പാർട്ടി, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു. ദേവേന്ദ്രൻ പറഞ്ഞു അവരെല്ലാവരും കൂടി പുറപ്പെട്ടു. കാമോ വസന്തമലയാനില, അതെ, അവരെല്ലാവരും കൂടി പുറപ്പെട്ടു. കാമൻ, വസന്തമലയാനിലൻ, ബാക്കിയുള്ള അപ്സരസ്സുകൾ, പൂർവ്വചിത്തിയും കൊണ്ടുള്ള അപ്സരസ് എല്ലാവരും കൂടി പുറപ്പെട്ടു. അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തപസ് പോകുന്നതാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും വന്ന് പുറപ്പെട്ട് അവരവരുടെ എല്ലാ ഋതുക്കളിലുണ്ടാവുന്ന പുഷ്പങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വന്നത്. എല്ലാം ഉണ്ടായി അവിടെ, സുഗന്ധവും തേനും സൗരഭ്യം ഒക്കെ ഉണ്ടായി. മാർക്കണ്ഡേയൻ യാതൊന്നും അറിഞ്ഞതേയില്ല. അദ്ദേഹം കണ്ടുപോലെയാണ് ഇവർ ഡാൻസ് കളിച്ചു, പാട്ട് പാടി, പെരുമ്പറ പലതും അവർ ചെയ്ത് നോക്കി. ഇവിടെ ഒരു കുലുക്കമില്ല. അപ്പം അവർ കുറേ നേരമൊക്കെ അഭ്യാസമൊക്കെ കാട്ടി നോക്കി, ഒരു രക്ഷയില്ല, ഇയാൾ ഉണരണ മട്ടൊന്നും കാണാനില്ല. അപ്പം അവർ വിചാരിച്ചു നമുക്ക് വേണ്ട, പോവുക, തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ച് ഇവർ തിരിച്ചു പോകാൻ പുറപ്പെട്ടു. പക്ഷെ ഇത് വേറൊരു ആൾക്കാർ കണ്ടു. അവരാണ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന നരനാരായണന്മാരെ എന്ന് പറഞ്ഞിട്ടുള്ള 2 മഹർഷിമാരെ. ആ ദേവന്മാർ ഇവരെ കണ്ടു. ഇത് കണ്ടു. മാർക്കണ്ഡേയൻ ഉണർന്നില്ലാന്നും ഇവർ തിരിച്ചു പോവുകയാണെന്നും കണ്ടു. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. തന്നെ മാതിരിയുള്ള 2 ആൾക്കാരെ. കാരണം ദേവേന്ദ്രൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഇവർ തപസ് ചെയ്യുമ്പോഴേ, ഈ നരനാരായണന്മാർ തപസ് ചെയ്യുമ്പോൾ, നരനാരായണന്മാർ തപസ് ചെയ്യുന്ന സമയത്ത് ദേവേന്ദ്രൻ്റെ ഇതേമാതിരിയുള്ള ആൾക്കാരൊക്കെ കൂടി വന്നു. അവർ ഗംഭീര ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായി. ഇവർ കണ്ണൂർക്കാരൊന്നും പോയില്ല കേട്ടോ. നരനാരായണന്മാർ 2 പേരും കണ്ണൊന്നും തുറന്നില്ല. അവരവസാനം തോറ്റു എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ പുറപ്പെട്ടു. അങ്ങനെ തിരിച്ചു പോകാൻ പുറപ്പെട്ട സമയത്താണ് ഇവരെന്ത് ചെയ്തു, തിരിച്ചു വിളിച്ചു, ഇവിടെ വരൂ ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് പേടിയായി. കാരണം ഇനി ശപിക്കാനൊട്ടിയാണോ വിളിക്കണമെന്ന് അറിയില്ലല്ലോ, മാഷിമാരല്ലേ. അപ്പോൾ പറഞ്ഞു അതല്ല, അവിടെ നിൽക്കുക എന്നും പറഞ്ഞിട്ട് ഈ നാരായണ മഹർഷി എന്ത് ചെയ്തു, തൊടയുടെ മുകളിലൊന്ന് തല്ലിയിട്ടുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടുമല്ലോ, അങ്ങനെ തട്ടിയപ്പോൾ അതിൽ നിന്നും ഒരു അപ്സരസ് ഉണ്ടായി. അതാണ് ഉർവശി. എന്നിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇതിനെ കൊണ്ടുപോയിട്ട് ദേവേന്ദ്രന് കൊടുത്തോളൂ. വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരണ്ട. ഈ ഉർവശിയെ കണ്ടോടുകൂടി വന്നവർക്കൊക്കെ നാണായി. കാരണം എന്താ, ഇവരെക്കാളിലൊക്കെ സൗന്ദര്യമുണ്ട് ഉർവശിക്ക്. അപ്പം നരനാരായണന്മാർ പറഞ്ഞു ഇങ്ങനത്തെ കുറേ എണ്ണം ഞങ്ങളുടെയിലുണ്ട്, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ വേഷം കെട്ടി ഇങ്ങോട്ട് വരണത്, അതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് കൊടുത്തോളൂ എന്നും പറഞ്ഞിട്ട് ഉർവശീനെ അങ്ങോട്ട് കൊടുത്തയച്ചു ദേവേന്ദ്രന് സമ്മാനമായിട്ട്. അതേമാതിരി ഇയാൾ ഉണർന്നില്ല, മാർക്കണ്ഡേയൻ ഉണർന്നില്ല. അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഒരേ മാതിരിയുള്ള ആൾക്കാരാകുമ്പോഴാണല്ലോ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അവർക്ക് തോന്നി ഈ മാർക്കണ്ഡേയനോടൊന്ന് സംസാരിക്കാം എന്ന് തോന്നി നരനാരായണന്മാർക്ക്. കാരണം തന്നെ മാതിരി തന്നെ മായയെ ജയിച്ചവരാണ് എന്ന് തോന്നി. അവിടെ ചെന്നിട്ട് മാർക്കണ്ഡേയനോട് സംസാരിക്കുകയാണ്. ഉണ്ണിപ്പം എന്താണ് കണ്ടേ? അയ്യോ ഞാനൊന്നും കണ്ടില്ല, എൻ്റെ ഇപ്പം ഉണ്ടായേ ചോദിച്ചു. അപ്പം ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇവരെ കണ്ടോടുകൂടി വലിയ സന്തോഷമായി. ആർക്ക്? മാർക്കണ്ഡേയൻ വേഗം നമസ്കരിച്ചു. അവർക്ക് വേണ്ട എന്താണോ വേണ്ടത് അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ കണ്ട് ഒരാളങ്ങോട്ട് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു സജ്ജനാണെന്ന് അങ്ങോട്ട് തോന്നുമ്പോഴേക്കും കാലിക്കൽ വീഴാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കണതൊന്നും. വെറുതെ അതൊന്നും ചെയ്യരുത്, ആവശ്യമില്ലാത്ത കാര്യം. മനസ്സുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്, അതിനാണ് വില. അതാണ് കൂടുതൽ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സുകൊണ്ട് എല്ലാവരെയും നമസ്കരിക്കാൻ പഠിക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് ശാരീരികമായിട്ട് കാട്ടിക്കൂട്ടലല്ല. കാട്ടിക്കൂട്ടൽ വേണ്ട, അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. മനസ്സുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കാനും നമസ്കരിക്കാനും പഠിക്കണം. അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ശരീരം കൊണ്ട് കാണിക്കണതിനേക്കാളും വിഷമമാണ് മനസ്സുകൊണ്ട് ചെയ്യാൻ. എന്നാദ്യം മനസ്സിലാക്കിക്കോളൂ. മനസ്സുകൊണ്ട് ചെയ്യാനാണ് ഏറ്റവും വിഷമം. ശരീരം കൊണ്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ കാട്ടിക്കൂട്ടലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ച് വേണ്ടെന്നിരിക്കാനുള്ള പായൊക്കെ കൊടുത്ത് അവിടെ ഇരുന്ന്, ഒരു ആശ്രമമല്ലേ, ആശ്രമത്തിൽ എന്താ ഉണ്ടാവുകയെന്ന് അവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇരുന്ന് അവരോട് ചോദിക്കുകയാണ്, അവരെ ഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്. ഒരു 10-12 ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നുണ്ട് നാരായണന്മാരേനെ. മാർക്കണ്ഡേയൻ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. ഒരു 10 ശ്ലോകങ്ങളെ കൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിക്കുക. അതിനൊരു ശ്ലോകത്തിൽ പറയുകയാണ്, ഭഗവാനെ ആർക്കും അറിയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ പറയുകയാണ്, എന്താ പറയണേ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പല തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ
ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണാനൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ആ ഒരു സാധാരണക്കാരന് എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള സ്തുതിയോട് കൂടിയിട്ടാണ് അതെ പറയുന്നുണ്ട്. മൂർത്തിമേ ഭഗവതോ ഭഗവം ത്രിലോക്യ, 3 ലോകങ്ങളുടെയും മൂർത്തികളാണ് ആര്? പിന്നെ കേരളത്തിലുള്ളവരും ഭാരതത്തിലുള്ളവരും സേവിക്കേണ്ട 2 മൂർത്തികളാണ് ആര്? നരനാരായണന്മാർ കേട്ടോ. ഇവരുടെ ഗംഭീരമായിട്ടുള്ള ഒരു വർണ്ണനുണ്ട്. നരനാരായണന്മാരുടെ സ്വരൂപത്തെക്കുറിച്ച് ഗംഭീരമായിട്ടൊരു വർണ്ണനുണ്ട്. തൗ ശുക്ലകൃഷ്ണൗ നവകഞ്ചലോചനൗ ചതുർഭുജൗ രൗരവവൽക്കലാംബരോ പവിത്രപാണീയുപവീഡകം ത്രവള കമണ്ഡലും ദണ്ഡമൃജം ച വൈണവം എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് അവരുടെ ഒരു സ്വരൂപ വർണ്ണന. 2 ആൾക്കാരെ ഒപ്പം കണ്ടു. ആരേനെ? ഒരു കറുത്ത ആളും ഒരു വെളുത്ത ആളും. നരനാരായണന്മാർ, ഒരാൾ വെളുത്തിട്ടും ഒരാൾ കറുത്തിട്ടുമാണ്. നരൻ വെളുത്തിട്ടും നാരായണൻ കറുത്തിട്ടുമാണ്. അങ്ങനെ ഉള്ള 2 പേരെ ഒപ്പം. അവർക്ക് 4 കൈകളുണ്ട്, വൽക്കലാംബരങ്ങൾ ധരിച്ചിട്ടുണ്ട് അവർ, പിന്നെ ഉപവീതമുണ്ട്, പൂണൂലുണ്ട്, കമണ്ഡലും ഉണ്ട്, ഒരു ദണ്ഡം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പിന്നെ പത്മാക്ഷമാല ഉണ്ട് അവരുടെ കയ്യിൽ. അക്ഷമാല ഉണ്ട്, താമര കൊണ്ടുള്ളൊരു മാല ഉണ്ട്. ജന്തുമാർജനം, ഈ ജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിക്കാൻ വേണ്ടിയിട്ടേ, അവരെ കൊല്ലില്ല അവരെ. അപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശറിമാരി അല്ലെങ്കിൽ ബ്രഷ് മാതിരിയോ എന്തോ ഒരു സാധനം ഇപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ പൊടിയൊക്കെ തട്ടാനുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്രഷുകൾ, അങ്ങനത്തെ വല്ല ബ്രഷാണോ എന്തെങ്കിലും വിചാരിച്ചോളൂ. അതിങ്ങനെ വീശിയും കൊണ്ട് നടക്കും അവർ. അങ്ങനെ വേദം തന്നെ സ്വരൂപം എടുത്തു വന്നതാണോ ഇവര് എന്ന് തോന്നും എന്നാണ് പറയണത്. അങ്ങനെയുള്ള ഈ ജന്തുമാർജനം അവരുടെ കയ്യിലുണ്ട്. ഈ വരണ പ്രാണികളെയൊക്കെ ഓടിക്കാൻ, അവരെ കൊല്ലാനല്ല, അവരെയൊക്കെ ഓടിച്ചു വിടാനുള്ള ഒരു വിശറിമാരി ഒരു സാധനം അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ള അവരേനെയാണ് ആര് കണ്ടത്? മാർക്കണ്ഡേയൻ കണ്ടിട്ട് എഴുന്നേറ്റ് നമസ്കരിച്ച് സ്തുതിക്കണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. മാർക്കണ്ഡേയൻ്റെ സ്വരൂപം ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, ഒരു ബ്രഹ്മചാരി എങ്ങനെയാണോ വേണ്ടത് അതേമാതിരി തന്നെയാണ് ഇരിക്കണേന്നാണ് പറയണത്. ജഡിലോ വൽക്കലാംബരം, മുടി ജട കെട്ടി വെച്ചിട്ടുണ്ട്, വൽക്കലാംബരനാണ്, ശാന്തനാണ്. പിന്നെന്താ പറയുക, കമണ്ഡലും ഉണ്ട് കയ്യിൽ, ദണ്ഡുണ്ട്, ഉപവീതമുണ്ട്, മേഖല ഇട്ടുണ്ട്, കൃഷ്ണാഞ്ചീനിട്ടുണ്ട്. കൃഷ്ണാഞ്ചീന എന്ന് പറഞ്ഞാൽ മാനിൻ്റെ തോല്. പിന്നെ സാക്ഷ്യസൂത്രം ഉണ്ട് കയ്യിൽ, അതായത് ഈ അക്ഷമാല കയ്യിലുണ്ട്. പുല്ലുണ്ട്, കുശാംശ, പിന്നെ നീയം, അങ്ങനെയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആര്? മാർക്കണ്ഡേയൻ്റെ സ്വരൂപമാണ് ഇവിടെ പറയുന്നത്. അതേമാതിരി ഇയാളെ ആരുടെ? നരനാരായണന്മാരുടെ ഈ സ്വരൂപം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഭാരതത്തിലാണ്. ഭാരതത്തിൽ സേവിക്കുന്നത് നരനാരായണന്മാരെയാണ്. ആര് സേവിക്കണു? നാരദ മഹർഷിയാണ് നരനാരായണന്മാരെ സേവിച്ചും കൊണ്ടിരിക്കുന്നത്. ഭാരതഖണ്ഡത്തിലെന്ന് എവിടെ പറയുന്നുണ്ട്? പഞ്ചമത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്വരൂപം ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വരൂപമൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ നരനാരായണന്മാരെ ധ്യാനിക്കുക, അവരെ നമസ്കരിക്കുക ഒക്കെ ചെയ്യണത് വളരെയധികം നല്ലതാണ് എന്ന് പറഞ്ഞ് ഇവരെ സ്തുതിച്ചും കൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.